ഇവിടെ ഈ കാണുന്നത് ഒരു പള്ളിയാണ്. ഈ പള്ളി കണ്ടാൽ നമുക്ക് വളരെ പഴയതാണെന്ന് തോന്നും. പക്ഷേ ഇത് ഇപ്പോൾ ഇവിടെ കൺസ്ട്രക്റ്റ് ചെയ്തിട്ട് ഏകദേശം 3 വർഷമായിട്ടുള്ളൂ. പക്ഷേ ഇവരിത് ഒരു പഴയ കാലത്തൊരു പള്ളി പോലെ ഒരു ഹെറിറ്റേജ് അല്ലെങ്കിൽ പാലസ് ലുക്കിൽ കൺസ്ട്രക്റ്റ് ചെയ്തതാണ്. അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാം. ഇവിടുത്തെ സാധാരണ ഇവിടെ കാണുന്ന കല്ല് വെട്ടിയെടുത്തിട്ട് ആ കല്ല് കൊണ്ട് പ്ലാസ്റ്ററിങ് ചെയ്യാതെ ചെയ്ത പള്ളിയാണ്. പക്ഷെ അതിൻ്റെ ആ പഴയ കാലത്തൊരു ലുക്ക് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് റെഡ് സീ ആണ്. ഈ റെഡ് സീനോട് ചേർന്നുകൊണ്ടാണ് ഈ പള്ളി നിൽക്കുന്നത്. അതായത് യാംബു സിറ്റിക്കും റോയൽ കമ്മീഷനും ഇടയിലാണ് ഈ പള്ളി വരുന്നത്. ഏകദേശം യാംബു ടൗണിൽ നിന്ന് ഏകദേശം ഒരു 10-15 കിലോമീറ്റർ ഉണ്ടാവും. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കൺസ്ട്രക്ഷൻ തന്നെയാണ്. അതായത് ഇവിടുത്തെ സാധാ നാച്ചുറൽ സ്റ്റോൺ കട്ട് ചെയ്തിട്ട്, അതായത് സാധാ നോർമൽ കല്ല് പാറ കട്ട് ചെയ്തിട്ട് അതുപോലെ കൺസ്ട്രക്ഷൻ പടവിന് വേണ്ടി ഉപയോഗിച്ച. അത് പുറമെ പ്ലാസ്റ്ററിങ് ഒന്നും ചെയ്തിട്ടില്ല. വെറും നാച്ചുറൽ സ്റ്റോണാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഇതിൻ്റെ വിൻഡോസും അതുപോലെ ഡോറും അത് ആർച്ചാണ് ചെയ്തിട്ടുള്ളത്. അത് പഴയ കാലത്തെ ആ നിർമ്മിതിയെ ഓർമ്മിപ്പിക്കുന്ന ആ ഒരു രീതി തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇത് ഇവിടെ ലേഡീസിന് നിസ്കരിക്കാനുള്ള ഭാഗമാണ്. ലേഡീസിനുള്ള എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഇത് ഇവിടെ ഈ പള്ളിയുടെ ബാക്ക് ഭാഗമാണ്. ഈ മുകളിൽ കാണുന്ന ഈ മരം കാണുന്നതാണ് ഇതിന് മച്ച് ചെയ്തിട്ടുള്ള മരത്തിൻ്റെ ഭാഗമാണ് കാണുന്നത്. ഇവിടെയാണ് ഇമാമ് നിൽക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത്, മിമ്പറിൻ്റെ ഭാഗം. ഈ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് അതാണ്. ഈ കാണുന്നത് ഈ പള്ളീൻ്റെ മിനാരാണ്. ഇതിൻ്റെ പ്രത്യേക ഈ മിനാരം പോലും അവർ കല്ലുകൊണ്ട് മാത്രമാണ് ചെയ്തിട്ടുള്ളൂ, പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല. പിന്നെ ഈ കല്ല് തന്നെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഇത് നമ്മളെ നാട്ടിലെ കല്ല് പോലെ ഡാർക്ക് കളറല്ല. ഇതൊരു ബ്രൗണ് റെഡ് കലർന്ന ഒരു കല്ലാണ്. പല വ്യത്യസ്തമായിട്ടുള്ള കളറ് കാണാൻ പറ്റും. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഇവർ കോൺക്രീറ്റ് യൂസ് ചെയ്തിട്ടില്ല. വെറും നാച്ചുറൽ സ്റ്റോണും അതുപോലെ വുഡും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഈ ഭാഗത്തൊക്കെ ചെയ്തിട്ടുള്ളത് കുറച്ച് ഡാർക്ക് കളറായിട്ടുള്ള കല്ലാണ്. മറ്റുള്ള ഭാഗത്തൊക്കെ ഒരു ചുവപ്പ് കലർന്നൊരു കല്ലായിരുന്നു നമ്മൾ കണ്ടത്.
ഇവിടെയാണ് വുളു എടുക്കാനുള്ള സ്ഥലം. ഇതും അവർ കല്ലുകൊണ്ട് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഈ പള്ളി ഇയാളുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അതവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ വിൻഡോ ഉള്ളിലോട്ടാണ് തുറക്കുക, പുറമേക്കല്ല. പുറമേ ഗ്രില്ലുണ്ടായത് കൊണ്ടാകാം ഉള്ളിലോട്ടാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ റൂഫ് വരെ മരം കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഈ പില്ലറാണെന്ന് തോന്നുന്നു. ഈവൻ ഒരു കോൺക്രീറ്റ് പോലും ഈ പില്ലറിന് അവർ യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് കല്ല് കൊണ്ട് പടുത്ത് മാത്രം ചെയ്തിട്ടുള്ള പില്ലറുകളാണ് എല്ലാ പില്ലറും. ഈ ഡോറിൻ്റെ ആർച്ച് ചെയ്തിട്ടുള്ള പ്യുവർ വുഡാണ് കേട്ടോ. വുഡ് കൊണ്ട് നല്ലപോലെ ഡിസൈൻ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്.
നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ ഈ മിമ്പർ ചെയ്തിട്ടുള്ളത്. ഒരു കോൺക്രീറ്റ് പോലും ഉപയോഗിച്ചിട്ടില്ല. ഈ ആർച്ച് ചെയ്ത് കണ്ടില്ല, കല്ല് അടുക്കി വെച്ച് നല്ല രീതിയിൽ ആർച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ നോക്കിയാൽ നമുക്ക് പല കളറ് കല്ലുകൾ കാണാൻ പറ്റും. ഈ പള്ളിയുടെ ഉള്ളിലെ ഒരു ഓവർവ്യൂ ആണ് ഈ കാണുന്നത്. ഇതിൻ്റെ മച്ച് ഫുള്ള് മരം കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു ചിതലോ വേറുള്ള ഒരു പ്രശ്നങ്ങളോ ഇല്ല. അപ്പോൾ ഏകദേശം ഒരു വിധമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ പള്ളി നിൽക്കുന്നത് സൗദി അറേബ്യയിലാണ്. സൗദി അറേബ്യയിലെ മദീന പ്രൊവിൻസിലുള്ള യാംബുവിലാണ് നിൽക്കുന്നത്. യാംബു സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ സീ റോഡിന് സഞ്ചരിച്ചാൽ ഈ പള്ളിയിലെത്താൻ പറ്റും. ഇത് മഴവെള്ളം ഒഴിഞ്ഞു പോകാനുള്ള പാത്തിയാണ്. അതായത് ഇത് മരം കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഈത്തപ്പന പനൻ്റെ തടി ഉപയോഗിച്ചിട്ടാണ് ആ പാത്തി നിർമ്മിച്ചിട്ടുള്ളത്.